കുവൈറ്റിൽ തീപിടുത്ത ദുരന്തത്തിൽ മരിച്ച മലയാളികളുടെ മൃതദേഹങ്ങൾ നെടുമ്പാശ്ശേരിയിൽ പൊതുദർശനത്തിന് വെച്ചു. ഇന്ന് രാവിലെ 10:30 നെടുമ്പാശ്ശേരിയിൽ എത്തിച്ച മൃതദേഹങ്ങൾ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ചേർന്ന് ഏറ്റുവാങ്ങി. തുടർന്ന് വിമാനത്താവളത്തിൽ തന്നെ പൊതുദർശനം നടത്തുകയായിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ, കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി, പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ, മന്ത്രിമാർ അടക്കമുള്ളവർ അന്തിമോപചാരം അർപ്പിച്ചു. മരിച്ചവരുടെ ബന്ധുക്കളും സ്ഥലത്തെത്തിയിരുന്നു. പൊതുദർശനം പൂർത്തിയാക്കിയ ശേഷം അതാത് ജില്ലകളിലേക്കുള്ള മൃതദേഹങ്ങൾ ജില്ലാ ഭരണകൂടങ്ങൾ ഏറ്റുവാങ്ങി. തുടർന്ന് ആംബുലൻസിൽ വീടുകളിലേക്ക് മൃതദേഹം എത്തിക്കുകയാണ്. കേരളത്തിലെ 23 പേരുടേത് കൂടാതെ തമിഴ്നാട്ടിലെ 7 പേരുടേതും കർണാടകയിലെ ഒരാളുടെയും മൃതദേഹങ്ങളും കൊച്ചിയിൽ എത്തിച്ചിട്ടുണ്ട്. ഇവരുടെ മൃതദേഹങ്ങളും തമിഴ്നാട്, കർണാടക സർക്കാർ പ്രതിനിധികൾ ഏറ്റുവാങ്ങി. ഓരോ ആംബുലൻസിനും അകമ്പടിയായി പോലീസിന്റെ പൈലറ്റ് വാഹനങ്ങളുമുണ്ട്. തമിഴ്നാട്, കർണാടക സ്വദേശികളുടെ മൃതദേഹങ്ങൾ കൊണ്ടുപോകാൻ പ്രത്യേക ആംബുലൻസുകൾ എത്തിച്ചിട്ടുണ്ട്. തമിഴ്നാട് സ്വദേശികളുടെ മൃതദേഹങ്ങൾ ഏറ്റുവാങ്ങാൻ സംസ്ഥാന ന്യൂനപക്ഷ പ്രവാസി ക്ഷേമ മന്ത്രി KS മസ്താനും എത്തി. അപകടത്തിൽ മരിച്ച 49 പേരിൽ 46 പേരും ഇന്ത്യക്കാരാണ്. കൊച്ചിയിലെത്തിയ വ്യോമസേനാ വിമാനം മലയാളികളുടെ മൃതദേഹങ്ങൾ കൈമാറിയ ശേഷം ഡൽഹിയിലേക്ക് പുറപ്പെട്ടു. കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് അനുഗമിക്കുന്നുണ്ട്. അപകടത്തിൽ 23 മലയാളികളടക്കം 49 പേരാണ് മരിച്ചത്. 7 മലയാളികൾ ഗുരുതരാവസ്ഥയിലാണ്. പരിക്കേറ്റവർ വിവിധ ആശുപത്രികളിൽ ചികിത്സയിലാണ്. ICUവിൽ കഴിയുന്ന 7 പേരിൽ 4 പേർ മലയാളികളാണ്. ബുധനാഴ്ച പുലർച്ചെ 4 മണിക്കാണ് കുവൈറ്റിലെ മൻഗഫ് ബ്ലോക്ക് 4-ലെ തൊഴിലാളി ക്യാമ്പിൽ തീപിടിച്ചത്. പ്രവാസി മലയാളി വ്യവസായി KG എബ്രഹാമിന്റെ ഉടമസ്ഥതയിലുള്ള പ്രമുഖ കമ്പനിയായ NBTCയിലെയും ഹൈവേ സൂപ്പർമാർക്കറ്റിലെയും ജീവനക്കാരാണ് ദുരന്തത്തിൽപ്പെട്ടത്. കെട്ടിടത്തിൽ 196 പേരായിരുന്നു താമസിച്ചിരുന്നത്. കെട്ടിടത്തിൽ തീയും പുകയും നിറഞ്ഞതോടെ ശ്വാസം മുട്ടിയാണ് കൂടുതൽ മരണങ്ങളും. തീ പടർന്നതിനെ തുടർന്ന് കെട്ടിടത്തിൽ നിന്നും ചിലർ താഴേക്ക് ചാടുകയും ചെയ്തു. തൊഴിലാളികൾ ഉറങ്ങുന്നതിനിടെയാണ് തീപിടുത്തമുണ്ടായത്. മരണസംഖ്യ ഉയരാൻ ഇതൊരു കാരണമായി.
ആവശ്യം നിറവേറ്റാൻ വേണ്ടി നിയോഗിക്കപ്പെട്ടുള്ളവർ മരണപ്പെട്ടവരിൽ ഭൂരിഭാഗവും മലയാളികളായതുകൊണ്ട് സ്വാഭാവികമായും മലയാളത്തിൽ നിന്ന് കേരളത്തിൽ നിന്ന് പ്രതിനിധി പോകുന്നില്ല. അവരെല്ലാം ഭാരതീയരാണ്, ഭാരതത്തിൻ്റെ മക്കളാണ്. രാജ്യങ്ങളൊക്കെ പുറത്ത് പോയി കഴിഞ്ഞാൽ ഭാരതത്തിൻ്റെ പാസ്പോർട്ടിലാണ്. ഭാരതമാണ് പിന്നെ അവരുടെ ജീവനത്തിനും ഉത്തരവാദിത്വം. ഭാരതം തീരുമാനിച്ചു. അങ്ങനെയല്ലേ കോൺസ്റ്റിറ്റ്യൂഷണൽ സ്ട്രക്ചർ അതല്ല സ്ഥാപിക്കാൻ പറയാം. കോൺട്രവേഴ്സി വേദനാജനകമായിട്ടുള്ള ഈ സംഭവത്തിൽ ജീവൻ നഷ്ടപ്പെട്ട മുഴുവൻ ആളുകളുടെയും ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും ദുഃഖത്തിൽ ഞാൻ പങ്കുചേരുന്നു. ഈ വിവരം അറിഞ്ഞ ഉടൻ തന്നെ കേന്ദ്ര സർക്കാർ പ്രധാനമന്ത്രി നേരിട്ട് തന്നെ ഉന്നതതല യോഗം വിളിച്ചുകൂട്ടി കുവൈറ്റിൽ ആവശ്യമായിട്ടുള്ള രക്ഷാപ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനും അതോടൊപ്പം ഇവരുടെ എല്ലാവരുടെയും മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കാനും വേണ്ടിയിട്ടുള്ള നടപടികൾക്ക് രൂപം നൽകുകയുണ്ടായി. അതിന് നേരിട്ട് നേതൃത്വം നൽകാനായി കേന്ദ്ര വിദേശകാര്യ വകുപ്പ് സഹമന്ത്രി ശ്രീ കീർത്തിവർദ്ധൻ സിംഗ് ഇന്നലെ പ്രധാനമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം കുവൈറ്റിലെത്തി. അദ്ദേഹം അവിടെ എല്ലാ ആശുപത്രികളിലും പരിക്ക് പറ്റി കിടക്കുന്ന ആളുകളെ നേരിട്ട് പോയി കാണുകയും അവരുടെ സുഖവിവരങ്ങൾ അന്വേഷിക്കുകയും അവർക്ക് ലഭിക്കുന്ന ചികിത്സയെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ ഏകോപിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം കുവൈറ്റിലെ വിദേശകാര്യമന്ത്രി, കുവൈറ്റിലെ ഉപപ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായിട്ടുള്ള ബഹുമാന്യനായിട്ടുള്ള വ്യക്തി, ഇവരെല്ലാവരെയും നേരിട്ട് വിവാഹം, ആഘോഷങ്ങൾ എന്തുമാകട്ടെ, വീട്ടുപകരണങ്ങൾക്ക് ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ്, പ്രസ്റ്റീജ്, ബട്ടർഫ്ലൈ, ഇംപെക്സ്, പീജിയൻ, ബജാജ്, സുജാത, പ്രീതി തുടങ്ങി മികച്ച ഗൃഹോപകരണ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ അലുമിനിയം, സ്റ്റീൽ, പ്ലാസ്റ്റിക്, ഗിഫ്റ്റ് ഐറ്റം തുടങ്ങി ഇനി എല്ലാം ഒരു കുടക്കീഴിൽ. കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഹോം അപ്ലയൻസസ് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം. ചുരുങ്ങിയ കാലം കൊണ്ട് മലയോര മനസ്സുകളിൽ ഇടം പിടിച്ച സ്ഥാപനം ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ്, വില്ലേജ് ഓഫീസിന് സമീപം, ബസ് സ്റ്റാൻഡ്, ചെറുപുഴ.